പ്രിയമുള്ളവരെ, ദാവീദ് 84-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ്. അങ്ങയുടെ അങ്കണത്തിലെത്താൻ എൻ്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുകയാണ്. ദാവീദിൻ്റെ തളർച്ചയുടെ കാരണം ഇതാണ്: ദൈവസ്തുതികൾ ഉയരുന്ന ദൈവത്തിൻ്റെ ആലയത്തിലെത്തണം. അവൻ്റെ ആത്മാവിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ: നിരന്തരമായ ദൈവസ്തുതികൾ ഉതിരുന്ന ദൈവത്തിൻ്റെ അങ്കണത്തിലെത്തണം, ദൈവത്തോട് അടുക്കണം. പ്രിയപ്പെട്ട, വീണ്ടും ദാവീദ് 95-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ പറയാണ്: വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. വീണ്ടും അല്പസമയം കൂടി നല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ആരാധനയുടെ സമയങ്ങളിൽ അതിശയകരമായ ദൈവശക്തി നാം അറിയാതെ നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം അയക്കുന്നുണ്ട്. അത് നമ്മൾ ബോധപൂർവം തിരിച്ചറിഞ്ഞ് തുടർന്ന് നമ്മൾ ആരാധിക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ജിനോബി ജോസാണ്. ജിനോബിയോട് ചേർന്ന് നല്ല കർത്താവിനെ വീണ്ടും നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയുവാനായി, ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറയുവാനായി ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നമുക്കായിരിക്കാം. പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവത്തോട് നമ്മളൊക്കെ പരാതിപ്പെടുന്നവരാണ്. സ്നേഹിച്ച മാതാപിതാക്കൾ നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ മക്കൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, ജീവൻ പകുത്തു നൽകിയ ജീവിത പങ്കാളി നമ്മെ വേദനിപ്പിക്കുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു? എന്തുകൊണ്ട് എൻ്റെ ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ ഒരു സത്യം നാം തിരിച്ചറിയണം. നിന്നെ അറിയാവുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അറിയുന്ന ദൈവമാണ്. നിന്റെ ആവശ്യം ഞാൻ ഇന്ന് നിനക്ക് സാധിച്ചു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഈ രാത്രിയിൽ ദൈവം നിന്നെ നോക്കി പറയുന്നു: ദൈവ പൈതലേ, നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുവാൻ ഒരു കാരണമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നിശബ്ദത ഓരിയിടുന്ന മണലാരണ്യത്തിൽ തൻ്റെ പിന്നിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തെ നോക്കി മോശയുടെ ഹൃദയം ആകുലതയാൽ നിറഞ്ഞു. മോശയുടെ ഹൃദയം വേദനയാൽ നിറഞ്ഞു. ഒരു രാത്രിയിൽ മോശ ദൈവത്തെ നോക്കി അവൻ്റെ ഹൃദയം തുറന്നു. തൻ്റെ മുൻപിൽ വന്ന ദൈവത്തോട് മോശ ഇപ്രകാരം പറഞ്ഞു: ഓ കർത്താവേ, നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകരുത്. കർത്താവേ, നീ ഞങ്ങളെ വിട്ടു പോകരുത്. നീ ഞങ്ങളുടെ കൂടെ വരണം. നീ ഞങ്ങളുടെ കൂടെ വരണം. നീ കൂടെയുള്ളപ്പോൾ ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും വെച്ച് ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. നീ ഞങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും വെച്ച് ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. പ്രിയ ദൈവജനമേ, ആ മോശയെ നോക്കി ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ഈ ആവശ്യം ഞാൻ നിനക്ക് സാധിച്ചു തരും. നിന്റെ ഈ ആവശ്യം ഞാൻ നിനക്ക് സാധിച്ചു തരും. കാരണം നിന്നെ എനിക്ക് നന്നായി അറിയാം. അതേ ദൈവ പൈതലേ, നിന്റെ സങ്കടങ്ങളുടെയും നിന്റെ കണ്ണുനീരിൻ്റെയും നിന്റെ വേദനയുടെയും നിന്റെ നൊമ്പരങ്ങളുടെയും ആഴങ്ങളിൽ നീ തനിച്ചായി എന്ന് നീ ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് നിന്നെ നോക്കി പറയും: പ്രിയ മകനെ, മകളെ, നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരും. ഒരു വേള നീ രോഗിയായിരിക്കാം. ഒരു വേള കരഞ്ഞു തളർന്ന കണ്ണുമായി നീ ഇരിക്കുന്നുണ്ടാവാം. ആരുമില്ല എന്ന തോന്നൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാം. ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാം. ഹൃദയത്തിൽ ഒരുപാട് സങ്കടങ്ങളുടെ നെരിപ്പോടുമായി,
ഒരുപാട് വേദനകളുടെ നെരിപ്പോടുമായി നീ ഇരിക്കുന്നുണ്ടോ? കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഈ രാത്രിയിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ മതിയായവനായൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുവാൻ മതിയായവനായൊരു ദൈവമുണ്ട്. ഇരു കരങ്ങളും ഉയർത്തി, മനമുയർത്തി മോശ വിളിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഓ കർത്താവേ, നീ എൻ്റെ കൂടെ വരണമേ. ഓ കർത്താവേ, നീ എന്നെ തനിച്ചാക്കി പോകരുതേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിനെ ഒന്ന് വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി, മനമുയർത്തി ഒന്ന് ചേർന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിനെ വിളിച്ചാരാധിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ വരണമേ. അവനെ ആരാധിക്കുക, ജീവൻ കൊടുത്ത് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മോശ പ്രാർത്ഥിച്ചതുപോലെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ദൈവമേ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഓ പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിക്കുന്നു. അവൻ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. നിന്റെ സങ്കടങ്ങളെ സന്തോഷമാക്കുവാൻ, നിന്റെ പരിഭവങ്ങളെ ആനന്ദമാക്കുവാൻ, നിന്റെ എല്ലാ വേദനകൾക്കും ഉത്തരം നൽകുവാൻ യേശുവിതാ കൂടെയുണ്ട്. കുടുംബത്തിലേക്ക് ക്ഷണിക്കുക, ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, രോഗങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടാം. നല്ല ദൈവത്തെ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, ഇരു കരങ്ങളും കൂപ്പി പിടിച്ച് നല്ല ദൈവത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഹൃദയത്തിലെ വേദനകളെ കൊടുക്കുക, സങ്കടങ്ങളെ കൊടുക്കുക, പരിഭവങ്ങളെ കൊടുക്കുക, പരാതികളെ കൊടുക്കുക. ആ നല്ല ദൈവത്തോട് ചേർന്ന് പാടി നമുക്ക് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, സ്വർഗീയ ഗീതം ലക്ഷ്യമായി കണ്ട നീ ഇന്നത്തെ നോവിനാൽ വീഴുന്നു. ജീവിതം കൊടുക്കാമോ? സങ്കടമെല്ലാം സന്തോഷമായി, പരിഭവങ്ങളെ കൊടുക്കാം, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, സ്വർഗീയ ഗീതം ലക്ഷ്യമായി കണ്ട നീ ഇന്നത്തെ നോവിനാൽ വീഴുന്നു. ദൈവസന്നിധിയിലേക്ക് ജീവിതങ്ങളെ ചേർത്ത് വെക്കും. ഒരുപക്ഷെ നീ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുണ്ടാവാം. നിന്റെ കിടക്കയും തലയണയും എല്ലാം നിന്റെ കണ്ണുനീർ വീണ് കുതിർന്നിട്ടുണ്ടാവാം. ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലല്ലോ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവാം. പ്രിയ ദൈവ പൈതലേ, ജീവിതത്തിലെ ചെങ്കടലുകൾ താണ്ടുവാൻ ദൈവം നിന്നെ അനുവദിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിന് മുൻപിൽ നിൽക്കുന്ന ജോർദാനെ ഓർത്ത് നീ ഭയപ്പെടരുത്. ഈ ജോർദാന്റെ മറുകര കടക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ജോർദാന്റെ മറുകര എത്തിക്കുവാൻ നിന്റെ ദൈവം നിന്നെ സഹായിക്കും. വേദനകൾക്ക് മുൻപിൽ, രോഗങ്ങൾക്ക് മുൻപിൽ, കണ്ണുനീരിന് മുൻപിൽ നീ പതറരുത് ദൈവ പൈതലേ. നിന്റെ ജീവിതത്തെ അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ചെങ്കടൽ ഭേദിച്ച ദൈവം, കടലിന് മീതെ നടന്നവൻ ഇതാ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ചെങ്കടൽ പിന്നിട്ട ഉന്നീലേ ജോർദാൻ കടന്നിടുമേ. ഓ എന്റെ യേശുവേ, ചെങ്കടൽ പിന്നിട്ട ഉന്നീലേ ജോർദാൻ കടന്നിടുമേ. കടലിന് മീതെ നടന്നവൻ, കടലിനു മീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടി
വിശ്വസിക്കാമോ? കടലിനുമീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവങ്ങളെ കൊടുക്കുക, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, ജീവിതങ്ങളെ സമർപ്പിച്ച് സ്വർഗീയ ഗീതം ലക്ഷ്യമായി കണ്ട നീ ഇന്നത്തെ നോവിനാൽ കീഴുന്നു. കരകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഒരു ദുഃഖവെള്ളി അനുഭവത്തിലൂടെ കടന്നു പോകും. ഒരുപക്ഷെ ഈ ദിനം ഒരു ദുഃഖവെള്ളി പോലെ നിനക്ക് തോന്നിയേക്കാം. എന്തിന് ഞാൻ ജീവിക്കണം? എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം? മറ്റുള്ളവർക്കൊരു ഭാരമായി എഴുന്നേൽക്കുവാൻ സാധിക്കാതെ ആർക്കും വേണ്ട എന്ന തോന്നലുമായി ഒരുപക്ഷെ ഒരു ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെ പ്രിയ ദൈവ പൈതലേ നീ കടന്നു പോകുന്നുവോ? ഓർക്കുക, നിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് നൽകുവാൻ നിന്റെ യേശുവിന് സാധിക്കും. മരിച്ചു ചീഞ്ഞഴുകിയ ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാക്കിനാൽ ജീവനിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവം ഇതാ ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തെ കയ്യിലെടുക്കുവാൻ തയ്യാറുള്ളവൻ, നിന്റെ ജീവിതത്തെ കരങ്ങളിലെടുക്കുവാൻ കരുത്തുള്ളവൻ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ആ ദൈവത്തെ ഒരിക്കൽ കൂടി വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഓ എന്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഒരു പുതുജീവൻ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ജീവിത സാഹചര്യങ്ങളെ കൊടുക്കുക. ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, ഏതെല്ലാം കണ്ണുനീരിന്റെ അനുഭവങ്ങളുണ്ടോ, യേശുവിന്റെ പക്കലേക്ക് കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് നൽകുവാൻ നിന്റെ യേശുവിന് സാധിക്കും. അവൻ നിന്റെ കൂടെയുണ്ട്. പ്രത്യാശ കൈവിടാതെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം, യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഉദ്ധാനമുണ്ട് പ്രിയരേ. ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ വിശ്വസിക്കാമോ? ഉദ്ധാനമുണ്ട് പ്രിയരേ. യേശുവേ, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുവാൻ. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുവാൻ. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കരങ്ങൾ ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. ജീവിതം സമർപ്പിച്ച് യേശുവേ, ഓ പിതാവെ ആരാധിക്കുന്നു. എന്റെ യേശുവേ,
എന്റെ യേശുവേ. ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. പ്രത്യാശ കൈവിടല്ലേ പാടി പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ പിതാവേ, മനമേ, പ്രത്യാശ കൈവിടല്ലേ. ജീവിതത്തെ സമർപ്പിക്കാമോ? കണ്ണുനീരുകളെ കൊടുക്കാം. കൈവിടല്ലേ മനമേ, ഓ യേശുവേ, പ്രത്യാശ കൈവിടല്ലേ. ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. ജീവിതങ്ങൾ സമർപ്പിച്ച് രോഗങ്ങളെ കൊടുത്ത് ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി യേശുവിനെ വിളിച്ചാരാധിക്കാം. നമ്മെ അറിയുന്ന ദൈവം, നമ്മെ വ്യക്തിപരമായി അറിയുന്ന ദൈവം, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞവൻ, നിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞവൻ, അവന്റെ പക്കലേക്ക് ജീവിതങ്ങളെ കൊടുത്ത് കണ്ണുനീരിനെ സമർപ്പിച്ച് രോഗങ്ങളെ കൊടുത്ത് ഒരിക്കൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി. പിതാവേ ആരാധിക്കുന്നു. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, സുഖപ്പെടുത്തണമേ. യേശുവേ, സൗഖ്യം നൽകണമേ. ഓ പിതാവേ, യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ മുന്നേറുക. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ജീവനോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സങ്കീർത്തന പുസ്തകം 121 അധ്യായം 3 തിരുവചനം ഇപ്രകാരം പറയുന്നു: നിന്റെ കാൽ വഴുതുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല, നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രയേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അതേ പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും, നീ വേദനിക്കുമ്പോഴും, നീ രോഗക്കിടക്കയിലായിരിക്കുമ്പോഴും നിന്നെ താരാട്ട് പാടുന്ന, നിനക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ നല്ല ദൈവത്തെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. താളത്തോടെ കരങ്ങളടിക്കാം. പരസ്പരം നോക്കി പുഞ്ചിരിച്ച് സന്തോഷത്തോടെ
ആരാധിക്കാം. രോഗിയായി തളർന്നു പോയവനാണെങ്കിലും, ദേഹം ക്ഷയിച്ച് കിടക്കയിൽ കിടക്കുന്നവനാണെങ്കിലും, പ്രിയ ദൈവ പൈതലെ തിരിച്ചറിയുക, ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവം, ഈ രാത്രിയിൽ നമ്മെ വിടുവിക്കുന്ന ദൈവം ഇതാ നിന്റെ സന്നിധിയിലുണ്ട്. അവൻ നിന്റെ അരികിലുണ്ട്. രോഗങ്ങളെ കൊടുത്ത്, വേദനകളെ കൊടുത്ത്, സങ്കടങ്ങളെ കൊടുത്ത് ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. സർവശക്തിയോടെ ആരാധിക്കുന്നു. വാക്കുതന്ന ദൈവം ഒരിക്കലും വാക്കുമാറ്റുന്നവനല്ല. നിന്റെ ദൈവം ഒരിക്കലും വാക്കുമാറ്റുന്ന ദൈവമല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ സത്യമായും അനുഗ്രഹിച്ചിരിക്കും. നിന്നെ എനിക്കറിയാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയ ദൈവമകനെ മകളെ, അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നിന്റെ വേദനകൾ അറിയുന്ന ദൈവമാണ്. നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ജീവിതങ്ങളെ അവന്റെ പക്കലേക്ക് സമർപ്പിക്കുക. ജീവിതത്തെ കൊടുക്കുക, ജീവിത പങ്കാളിയെ കൊടുക്കുക, കുടുംബത്തെ സമർപ്പിക്കുക. ഒന്ന് ചേർന്ന് സന്തോഷത്തോടെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ജീവിതങ്ങളെ കൊടുക്കുക. ഇരു കരങ്ങളും ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. അവന്റെ സാന്നിധ്യം നിറയട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. വിടുതലിന്റെ അഭിഷേകം, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് ബലം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ജീവൻ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി.
ഗ്ലോറി ഗ്ലോറി. യേശുവേ 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 യേശുവേ. ഓ പിതാവേ ആരാധിക്കുന്നു. ഓ യേശുവേ ആരാധിക്കുന്നു. സർവശക്തനായവനെ ആരാധിക്കുന്നു. വിടുതലിന്റെ ദൈവത്തെ ആരാധിക്കുന്നു. അഭിഷേകം തരുന്നവനെ ആരാധിക്കുന്നു. സൗഖ്യം തരുന്നവനെ ആരാധിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. ആബാ 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 ആബാ. ഓ പിതാവേ ആരാധിക്കുന്ന ആരാധിക്കുന്നു. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന ആരാധന. യേശുവേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നവനെ, എന്നെ നിനക്കറിയാം എന്ന് പറഞ്ഞ നല്ല ദൈവത്തെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ശാന്തമായി അവിടുത്തെ സന്നിധിയിൽ നമുക്കിരിക്കാം.